കൊച്ചു ഫോൺ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് എതിർപ്പായിട്ട് പറഞ്ഞു, കൊച്ചിനതൊരു ദേഷ്യമായിട്ട്. പോലീസുകാരോട് പറഞ്ഞില്ലേ കുറ്റം ചെയ്തില്ല എന്ന്? പക്ഷെ നമ്മൾ പറയുന്നതല്ല, ഒരു ചെയ്യാൻ പറ്റും. നമസ്കാരം. വളരെ വിഷമിപ്പിക്കുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ എത്ര പേര് ഈ ഒരു ന്യൂസ് ക്ലിപ്പ് കണ്ടു എന്നുള്ള അറിയില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ട്രെൻഡിങ് എന്ന് പറയാൻ എനിക്ക് വയ്യ, കാരണം ട്രെൻഡിങ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ട ഒരു വാർത്തയല്ല അത്. ഒരുപാട് പേര് ഷെയർ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഈ ഫസ്റ്റ് സ്ക്രീനിൽ കണ്ടത് ഒരു ഹതഭാഗ്യനായിട്ടുള്ള ഒരു പിതാവാണ്, ഒരു അച്ഛൻ, ഒരു പെൺകുട്ടിയുടെ അച്ഛൻ. അതായത് സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് 18 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച് അവസാനം കോടതി വെറുതെ വിട്ടിട്ടുള്ള ഒരു പാവം പിതാവ്. ഇടുക്കി മരിയാപുരത്തു നിന്നാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. ഞാൻ റീൽ സ്ക്രോൾ ചെയ്ത് നോക്കിയ സമയത്ത് കണ്ടതാണ്. ഭയങ്കര വിഷമം തോന്നിപ്പോയി. നിങ്ങൾ എത്ര പേര് ഈ ന്യൂസ് അറിഞ്ഞു എന്നുള്ള അറിയില്ല. പ്ലീസ് മക്കളെ, നിങ്ങൾ ഈ ഒരു ന്യൂസ് ദയവ് നിങ്ങൾ ലൈക്കോ കമൻറ്റോ ഒന്നുമില്ല, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഈ ഒരു ന്യൂസ് നിങ്ങൾ അറിയണം. അറിഞ്ഞവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എന്താ അറിയോ, ഒരുപാട് സ്നേഹിച്ച് സ്വന്തം പെൺമക്കളെ വളർത്തുന്ന ഒരുപാട് അച്ഛന്മാർ നമ്മളുടെ ഇടയിൽ, എനിക്കുണ്ട് കുട്ടികൾ അല്ലേ. അതായത് ഒരുപാട് സ്നേഹിച്ച് കുട്ടികളെ വളർത്തുന്നവർക്ക് മക്കൾക്ക് തരാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ മകൾ കൊടുത്തിട്ടുള്ള നല്ല ഒരു എന്താ പറയുക ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലേറെ വലിയൊരു സമ്മാനം ഇനി ആ മകള് ഇനി അച്ഛന് കൊടുക്കാനില്ല. അതായത് മകള് ടെലിഫോൺ ചെയ്യുമായിരുന്നു വീട്ടിൽ. മകൾ ഫോൺ ചെയ്തിരിക്കും, അതിൽ അച്ഛൻ മകളുടെ ഫോൺ സംഭാഷണത്തിൽ സംശയം തോന്നി, ഫോൺ ചെയ്യുന്നതിൽ സംശയം തോന്നി. അച്ഛൻ ഈ കുട്ടീനെ വിലക്കി. പലപ്പോഴായിട്ട് യുവാവൊരുത്തൻ വീട്ടിൽ വരാറുണ്ട്, കോളേജിൽ പഠിക്കുന്ന സുഹൃത്താന്ന് പറയുന്നു, മൈനറാണ് കുട്ടി. അച്ഛൻ ഇതിനെ വിലക്കി. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മകൾക്ക് അച്ഛനോട് ദേഷ്യമാവുന്നു. മകൾ ഈ അച്ഛനില്ലാത്ത സമയത്ത് ഈ പയ്യൻ കുറച്ചുകൂടി പ്രായമുള്ളതിനാണ്, അവൻ വീട്ടിൽ വീണ്ടും വരുന്നു, അടിക്കടി ഇങ്ങനെ വന്നു പോകുന്നു. ഇവർ തമ്മിൽ വീണ്ടും ബന്ധം വെക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ പോലീസ് കയറി വരുന്ന സമയത്ത് മാത്രമാണ് ആ വീട്ടിലെ അച്ഛനും ആ ഭാര്യയും, ഈ പോലീസ് നേരെ കയറി വന്ന് ഈ അച്ഛനെ പിടിച്ചോണ്ട് പോകുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഈ കുട്ടി, സ്വന്തം മകള് ഈ അച്ഛനെതിരെ പരാതി കൊടുത്തു. അതായത് എന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പരാതി കൊടുക്കണം. ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മുടെ നാട്ടിൽ ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയാനുള്ള ഒരു വകുപ്പാണല്ലോ പോക്സോ, അല്ലേ? പക്ഷേ ഈ പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യുന്ന പല സിറ്റുവേഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. പല സിറ്റുവേഷൻസായി, പല ന്യൂസായി കാണുന്നു. ഇപ്പോൾ നമുക്ക് ഒരു കേസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഇൻഫറൻസിൽ നമുക്ക് എത്താൻ പറ്റില്ല, നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ശരിക്കുള്ളതാണെന്നുള്ളത് പറയാൻ കഴിയില്ല. ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യാജ പരാതിയാണ് കണ്ടു തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി, പ്രായപൂർത്തിയാവാത്ത ആ ഒരു കുട്ടി എന്ന് തന്നെ വിളിക്കണം അല്ലേ, കാരണം പ്രായപൂർത്തിയായിട്ടില്ല, ആ ഒരു കുട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ നിയമമില്ല. അത് ശിക്ഷിക്കാനോ അതിന് ഒന്നും ചെയ്യാനുള്ള നിയമം ഇല്ല. അത് പോക്സോ കേസിൻ്റെ ഒരു വലിയൊരു ലൂപ്പ് ഹോളാണ്. അടുത്ത് നമ്മൾ കണ്ടു, പ്രായപൂർത്തിയാവാത്തൊരു 13-14 വയസ്സുള്ള കുട്ടി മറ്റുള്ള സഹപാഠികളോട്, ഒപ്പമുള്ള കുട്ടികളോട് ഈ കുട്ടി തന്നെ ഇത് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് ലാസ്റ്റ് പോലീസിൻ്റെ അതിക്രമം, ഒരു സർജറി കഴിഞ്ഞ് പയ്യനടക്കം തല്ലി ചതച്ചു പോലീസ്, അല്ലേ? പോലീസ് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് അന്വേഷണമോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. പിന്നെ ചോദ്യമുള്ളൂ, നോൺ ബെയിലബിൾ ആണ്, നേരെ പോയി കിടക്കണം. ഈ അച്ഛൻ ജയിലിൽ കിടന്നത് 18 മാസമാണ്. ഒരു സുപ്രഭാതത്തിൽ പോലീസ് നേരെ വീട്ടിൽ കയറി വരുന്നു. വീട്ടിൽ കയറി വന്നതിന് ശേഷം 18 മാസത്തോളം ഈ അച്ഛൻ ജയിലിൽ കിടന്നിട്ട് അത് കോടതി കണ്ടെത്തി അച്ഛൻ നിരപരാധിയാണെന്നുള്ളത്. ഇയാൾക്ക് ഏറ്റവും കൂടുതൽ അയാളുടെ കൂടെ സപ്പോർട്ട് ചെയ്തു നിന്നത് അയാളുടെ ഭാര്യയാണ്. എത്ര പേരങ്ങനെ നിൽക്കും? എത്രത്തോളം മാനക്കേട് ആ മനുഷ്യനുണ്ടായിട്ടുണ്ടാവും, എത്രത്തോളം മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും. കാരണം പുറത്തൊരാൾ വ്യാജപരാതി കൊടുക്കുന്ന പോലെയല്ല, സ്വന്തം മകള് അത്രയും സ്നേഹിച്ച് ലാളിച്ച്, ഒരു പെൺകുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിനെ അത്രയധികം സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയിട്ടുള്ള ആ മകള് വലുതായി കഴിയുമ്പോൾ എവിടുന്നോ കണ്ടൊരുത്തിന് വേണ്ടി അവനോട് സംസാരിക്കരുത് എന്നുള്ളത് സ്വന്തം അച്ഛൻ വിലക്കിയതിൻ്റെ ഒരൊറ്റ പേരിൽ ആ അച്ഛനെതിരെ ഒരു ലൈംഗികാതിക്രമ പരാതി കൊടുക്കുക. അതിൻ്റെ പേരിൽ 18 മാസത്തോളം അച്ഛൻ ജയിലിൽ കിടക്കുക എന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കും. ആ പയ്യനും പിന്നെ അറസ്റ്റ് ചെയ്തു. ആ പയ്യനെ അതിന് ശേഷം പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. പക്ഷേ എന്താ വെച്ചാൽ ഈ അച്ഛൻ ജയിലിലായതിനു ശേഷം ഈ പയ്യൻ വീണ്ടും വീട്ടിൽ വന്നു പോകുമ്പോൾ അമ്മ പരാതി കൊടുത്തപ്പോൾ ഈ പയ്യനെ വിളിച്ചുകൊണ്ടുപോയി. ഈ പയ്യനും പോലീസ് പിടിച്ചു. രണ്ടുപേരും പോലീസ്, എന്ന് വെച്ചാൽ മൈനറുള്ള കുട്ടി പോലീസ് പിടിച്ച സമയത്ത് ഈ പെണ്ണ്, ഈ മകള് കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ മകള് കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെതിരെ പരാതി കൊടുത്തു. ഞാൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യാം. ആ അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയധികം തൊണ്ട ഇടറിയിട്ടാണ്. പ്രത്യേകിച്ച് ഒരു അച്ഛൻ എന്നുള്ള സ്ഥാനത്ത്, ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ വളർത്തുന്നത്? ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യാൻ നിങ്ങളത് കേൾക്കും. ഹതഭാഗ്യവാന്മാരായ 2 മാതാപിതാക്കളാണ് എന്നോടൊപ്പം ഉള്ളത്.
ഇദ്ദേഹം കഴിഞ്ഞ 1.25 വർഷമായി ജയിലിലായിരുന്നു. ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. ജാമ്യം പോലും ലഭിക്കാതെ കഴിഞ്ഞ 1.25 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ കോടതി വെറുതെ വിട്ടു. എന്താ മകളിങ്ങനെ പരാതി കൊടുക്കാനുണ്ടായ കാരണം? ഫോൺ വിളി ഒളിച്ചു കാത്തുമൊക്കെ പോയിരുന്ന ഫോൺ വിളി അത് പറഞ്ഞതിന് എന്നോട് ദേഷ്യം, നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പരാതി കൊടുത്തു. മോൾ പ്രണയിച്ച ആൾ പരാതി കൊടുത്തു അല്ലേ? അപ്പോൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് മകളുടെ കാമുകനും അമ്മയും ചേർന്ന് പരാതി കൊടുത്തു. പരാതി വെച്ച് ഇത് പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചു. ഇപ്പോൾ എത്ര ദിവസമായി പുറത്തിറങ്ങിയിട്ട്? 5 ദിവസമായിട്ട്. ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നോ കേസിൽ പെട്ടപ്പോൾ? ഈ നിയമ പോരാട്ടം നടത്തിയത് ഭാര്യയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ മകള് തന്നെ കൊടുക്കാനുണ്ടായ ഒരു കാര്യം? ഫോൺ വിളിക്കുന്നത് വഴക്കുണ്ടായി. പിന്നെ ഇവിടെ കോളേജിൽ നിന്ന് ഒരു സാധനം കൂട്ടി ഇവിടെ വീട്ടിൽ കൊണ്ടപ്പോൾ ചോദിച്ചു ഫ്രണ്ടാന്ന് പറഞ്ഞു. അതേ തുടർന്ന് വഴക്കുണ്ടായിരുന്നു എപ്പോഴും അപ്പനും അവിടെ. പിന്നെ മകള് പരാതി കൊടുത്തു എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? മകള് പരാതി കൊടുത്തുന്ന ഇവിടെ പോലീസ് വന്നപ്പോഴല്ലേ അറിയുന്നത്. മകൾ ആർക്കനുകൂലമായിട്ടാ മൊഴി കൊടുത്ത്? അപ്പനെ തെറ്റിയ കാര്യം. അപ്പനാ തെറ്റുകാരനെന്ന് പറഞ്ഞു. നാട്ടുകാരൊക്കെ എന്താ പറഞ്ഞു? നാട്ടുകാർ ചേട്ടായുടെ കുറ്റം ഒന്നും പറയത്തില്ല. ചേട്ടായി പാവമെന്ന് പറയുന്നു. അങ്ങനെ ആരും പറയുകയല്ലേ ചേട്ടായുടെ കുറ്റം. ഒരു മനുഷ്യനായിട്ട് ഇടപെടത്തില്ല, ഒന്നുമില്ല. പാവം പറമ്പിപ്പണി ചെയ്യുമ്പോൾ തൊഴിലുറപ്പിനും പോകും. ഞാൻ അലക്കാട്ടി പണിക്കുന്നു. ഇപ്പോൾ മകള് ആരുടെ കൂടെയാണ്? കാമുകൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ പിതാവ് ഇപ്പോൾ 1.25 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടാൽ പോലും അദ്ദേഹം ഈ സമൂഹത്തിന് മുന്നിൽ നേരിടേണ്ടി വന്ന അപമാനവും അതോടൊപ്പം തന്നെ ജയിലിൽ കഴിയേണ്ടി വന്ന ദിവസങ്ങളും തീർച്ചയായിട്ടും അത് ശിക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ പോലീസ് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഈ സംഭവം. വളരെ സത്യം. ഒന്നാമത് നിയമത്തിൻ്റെ ലൂപ്പ് ഹോള്, പിന്നെ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ, പോലീസുകാരെ തന്നെ ഈ മനുഷ്യനെ ഇപ്പോൾ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഈ ഒരു തലക്കെട്ട് പോലും. 18 മാസത്തിന് ശേഷം വെറുതെ വിട്ടു. പക്ഷേ ആക്ച്വലി അയാളെ വെറുതെ വിട്ടിട്ടില്ല. അയാളെ ശിക്ഷിച്ചു. 18 മാസം ചെയ്യാത്ത കുറ്റത്തിന് മാത്രമല്ല, ചെയ്യാത്ത കുറ്റത്തിന് സ്വന്തം മകൾ, അതും ഇതുപോലത്തെ ഒരു കേസ്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ അടിച്ചു ഇതാക്കിയൊന്നുമല്ല, ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളൊരു കേസിന് നോക്കി വളർത്തിയിട്ടുള്ള അല്ലേ, കൈ വളരുന്നു കാല് വളരുന്നു എന്നുള്ള രീതിയിലാണ് കുട്ടികളെ ഉണ്ടാക്കി വളർത്തുന്നത്. ആ മക്കളെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട്, അതും എവിടെ നിന്നോ എന്നോ കയറി വന്നിട്ടുള്ള ഒരുത്തന് വേണ്ടിയിട്ട്, അവന് വേണ്ടി സ്വന്തം പിതാവിനെ ഇതുപോലെ ഒറ്റുകൊടുത്ത് ഇത്രയധികം ശിക്ഷ, ഇനി ഇതിലേറെ വലിയൊരു ശിക്ഷ ഒരു രക്ഷിതാവിന് ഇനി കിട്ടാനില്ല അല്ലേ. ആ പയ്യന് കല്യാണം കഴിച്ചിട്ടുള്ള പയ്യനല്ല, ആ കല്യാണം കഴിച്ചിട്ടുള്ള അവൻ ചിന്തിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ, സ്വന്തം പിതാവിനെ വളർത്തിയിട്ടുള്ള സ്വന്തം പിതാവിനെ ഈ രീതിയിലാക്കിയിട്ടുള്ള ആ പെണ്ണുണ്ടല്ലോ, അത് എന്തിനും മടിക്കില്ല എന്നുള്ളത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് കണ്ടപ്പോഴേ, പ്രത്യേകിച്ച് ഒരു പേരൻ്റ് കൂടി ആയതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിപ്പോയത്. ഇതുപോലെ എത്ര കേസുകൾ, ഈ ഒരു കേസ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 18 മാസത്തിന് ശേഷം തെളിഞ്ഞു. അന്വേഷിച്ച സമയത്ത്, ഈ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നോക്കിയ സമയത്ത് അത് 18 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇയാളുടെ നിരപരാധിത്വം ഇയാൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര വിഷമമായി പോയി. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എവിടെയും നടക്കാതിരിക്കട്ടെ, അത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയും ഇവിടെയൊക്കെ ഇതുപോലെ പലതും കേട്ടിട്ടുണ്ട്. നമ്മൾ എത്രയോ കേസുകൾ ഇതിൽ പോക്സോ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ അല്ലേ. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.